എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ഒരു 5 വർഷം കൂടുമ്പോൾ MLA മാരെയും മന്ത്രിമാരെയൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കുന്ന MLA മാരിലും മന്ത്രിമാരിലും ഒക്കെ മണവും ഗുണമുള്ള ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. എന്നുവെച്ചാൽ വിഷനുള്ള ലീഡേഴ്സ് വളരെ കുറവായിരിക്കും. അവരവരുടെ പാർട്ടിയുടെ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അവർ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാടിന്റെ വികസനത്തെ കുറിച്ചൊക്കെ അവർക്ക് വിഷൻ ഉണ്ടോ എന്ന് പലപ്പോഴും തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞത്. പക്ഷെ അങ്ങനെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ചില നേതാക്കന്മാരിൽ വളരെ ആക്റ്റീവായിട്ടുള്ള അല്ലെ വളരെ വിഷണറി ആയിട്ടുള്ള ഒരു നേതാവാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെതായ ചില വിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മുമ്പ് ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്ന സമയത്തും അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോഴും ആളുകളുടെ പ്രീതിയും ജനശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റുന്ന സമയത്ത് ചില സമയങ്ങളിൽ അദ്ദേഹം യൂസ്ലെസ് ആയിട്ടുള്ള ചില ടോക്കുകൾ ചെയ്ത് അതിന്റെ റേറ്റിംഗ്സ് അല്പം കുറയ്ക്കാറുമുണ്ട്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹത്തിന്റെ ഏരിയയിൽ അദ്ദേഹം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം. നിയമലംഘനങ്ങൾ കണ്ടെത്താനും വീഡിയോ എടുത്ത് MVDക്ക് തരാനുമുള്ള പുതിയ ആപ്പ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ വരും. കേരളത്തിലെ പൗരന് തന്നെ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവരെ, ഇത്തരം നിയമനങ്ങൾ കാണിക്കുന്നവരെ ഈ ഒരു 1.5 ആഴ്ച മുമ്പ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിൽ അതിന്റെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവർ ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് നമ്മൾ ഇപ്പൊ എവിടെയെങ്കിലും ഒരു നിയമലംഘനം കാണുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് ഈ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അവര് അതിന്റെ നടപടി എടുക്കുകയും വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് അവരുടെ ഈ ക്യാമറകളിലൊക്കെ പതിഞ്ഞ് അല്ലെങ്കിൽ പോലീസ് റോഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനെക്കാട്ടി വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ സാധിക്കും. അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത്. അത് നല്ലൊരു ആശയമാണ്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പം ഒരിടത്തൊരു ഹെൽമെറ്റ് ചെക്കിങ് നടക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾ തന്നെ നമ്മളോട് പറയും, ഇത് അവിടെ ചെക്കിങ് നടക്കുന്നുണ്ട്, നോക്കി പോണേ എന്നുള്ള ഒരു സിഗ്നൽ നമുക്ക് തരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജനതയുള്ള സ്ഥലത്ത് എങ്ങനെ ഇത് ആപ്ലിക്കബിൾ ആവും? അത് വളരെ എല്ലാവരും ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരാൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവുക, അല്ലെങ്കിൽ മുന്നിലിരുന്ന് സർക്കസ് കാണിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് അയച്ചെന്നിരിക്കും. അതല്ലാതെ എവിടെയെങ്കിലും പാർക്കിംഗ് കാണുമോ, ഇതൊക്കെ ചെയ്യാന്ന് എത്ര പേരയക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം നമുക്കറിയാം സാധാരണഗതിയിൽ ഈ സ്മഗ്ലിങ് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അത് ആ പിടിക്കപ്പെടുന്ന ഇതിന്റെ ഒരു മൂല്യം വെച്ചിട്ട് അതിന്റെ ഒരു പെർസെന്റ് സാധാരണഗതിയിൽ കമ്മീഷനായിട്ട് കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇച്ചിരി റിസ്ക് ഫാക്ടർ ഉള്ള സംഭവം ആയതുകൊണ്ട് അധികം ആരും അതിനകത്ത് ഇടപെടാറില്ല. എന്നുവെച്ചാൽ അതിലേക്ക് പോകാറില്ല, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ റിസ്ക് ഫാക്ടർ ഒന്നുമില്ല. അതായത് ഇപ്പം ഞാനൊരു നിയമലംഘനം ഷൂട്ട് ചെയ്ത് ഈ പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ അത് നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ഒരു 500 രൂപ പെറ്റ് കൊടുക്കാം. ഈ 500 രൂപ പെറ്റ് കൊടുക്കുന്ന സമയത്ത് ഞാനാണ് ഇത് അപ്ലോഡ് ചെയ്തെങ്കിൽ എനിക്കൊരു 50 രൂപ കമ്മീഷനായിട്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാവരും ചെയ്യും. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകം അതിനുള്ള ഒരു മാർഗമാണ്. അതായത് എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിയമലംഘനങ്ങൾ ഷൂട്ട് ചെയ്ത് അവർക്കും കാശ് കിട്ടും, നമുക്കും കാശ് കിട്ടും. നിങ്ങളുടെ ഖജനാവെന്ന് പറയും, നമ്മളുടെ ഖജനാവെന്ന് പറയും. ഈ ഒരു രീതിയിലേക്ക് അത് മാറും. അങ്ങനെ ഇത് കുറച്ച് കഴിയും, ഇതൊരു ഫസ്റ്റ് സ്റ്റേജൊക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും എനിക്കും പണി കിട്ടും, അത് നിങ്ങൾക്കും പണി കിട്ടും എന്നുള്ള രീതി. അപ്പം നമ്മളെ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ നിയമലംഘനങ്ങൾ കുറച്ചുകൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടും ഇതുവഴി മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഒരു കാര്യത്തിന് കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടത്തുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ബുദ്ധി തോന്നിയ ഒരു കാര്യം. അപ്പം അതായത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഒരാൾ കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ബൈക്ക് യാത്ര ചെയ്യാണ്. അയാൾ ഇപ്പൊ ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഒരാൾ ഓവർ സ്പീഡായിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്തായിരിക്കുന്നത്. അപ്പം എന്താണ് കുറ്റകൃത്യം, അത് ഇന്നതാണ്, ഓവർ സ്പീഡാണ്. അപ്പൊ അത് ഫില്ല് ചെയ്യാനുള്ള ഇതും ഡേറ്റും വണ്ടി നമ്പരും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇയാള് കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയും ഓവർ സ്പീഡിലായിരിക്കും. അപ്പൊ ഇത്രയും ഏരിയാസിലുള്ള ആൾക്കാരും ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് അയച്ചെന്നിരിക്കും. അപ്പൊ ഒരാൾ വൺസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിയമലംഘനം സെയിം തന്നെ ആണെങ്കിൽ മറ്റൊരാൾക്ക് അത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കരുത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസുകൾ നോക്കിക്കൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ നടക്കുമെന്നാണ്
തോന്നുന്നത്. അതായത് ഇപ്പൊ ഹൈവേ ഇപ്പം ഒരു 1.5 വർഷത്തിന് അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ഹൈവേ പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ ഈ ക്യാമറകളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കും. പക്ഷേ കൂടുതലും നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത റോഡുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ നിയമലംഘനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്കും, അതായത് അയക്കുന്ന ആൾക്കും സർക്കാരിനും ഒരേപോലെ തന്നെ വരുമാനം ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവായി വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം സാറിനെ പോലുള്ള ആൾക്കാരുടെ കൂടെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് കൂടെ ഉണ്ടാവും. അതായത് കൺസൾട്ടേഷനൊക്കെ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ IT വിദഗ്ധരുണ്ടാവും. അപ്പൊ ഇവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കുറച്ചുകൂടെ ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.